ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ജൂലൈ 16 ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അമ്മയുള്ളൊരു ദിവസം ഞാൻ എനിക്കായിട്ടൊരു ഫുൾ ഡേ മാറ്റി വെച്ചിട്ട് എന്താ പറയുക, ഒരു സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഊബർ പിടിച്ച് ഞാൻ പോണത് നമ്മുടെ തലൂരുള്ള ടീൻസ് മേക്ക് ഓവറാണ്. നമ്മുടെ ടിനുവിൻ്റെ സ്വന്തം സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ കല്യാണ സമയത്ത് എൻ്റെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എന്നെ റെഡിയാക്കി എടുത്ത ഒരാളാണ് ടിനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു മേക്കപ്പായിരുന്നു അന്ന് ആളെനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പം ടിനുവോടെ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തലയൊന്ന് മോടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പം ഒന്നും കൂടെ ലൈവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ പോയ ലാസ്റ്റ് 2 ടൈംസും എനിക്ക് തോന്നുന്നു ടിനു ഉണ്ടായിരുന്നില്ല. 2 ടൈംസ് അല്ല, ഒരു 3-4 ടൈംസ് ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഒരു എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും പാമ്പറിങ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ടിനുവിൻ്റെ അടുത്താണ് പോവാറ്. മോറോവർ ഇന്ന് ടിനു ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വർത്താനമൊക്കെ പറഞ്ഞ്, ഇപ്പോൾ പുതിയ സ്റ്റാഫുകളുണ്ടായിരുന്നു, അപ്പോൾ അവർ ഒന്നും കൂടെ കമ്പനിയായിരുന്നു. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞപ്പം തലയിൽ ഹെന്ന ഇട്ടതിന് ശേഷം ഞാൻ പെഡിക്യൂറിനിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂളിൽ എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒന്നാണ് എൻ്റെ കാല്. ജസ്റ്റ് സ്ക്രബ് ചെയ്യുമെങ്കിലും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒന്നും എൻ്റെ കാലിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാൻ പോയാൽ പോലും മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പെഡിക്യൂർ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുട്ടി ചെയ്തു തന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഒന്നും കൂടെ എന്ന് വെച്ചാൽ പണ്ട് സാറ്റിസ്ഫൈഡ് അല്ലെന്നല്ല, എനിക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നാലും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. മെയിനായിട്ട് എനിക്ക് അവരുടെ ടൈം ബാലൻസിങ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പാരലായിട്ട് ഓരോന്നും വേഗം 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 ചെയ്ത് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം കാലൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ തൃശ്ശൂരുള്ളവരാണ്, ഈ ഏരിയയിലൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടീൻസ് മേക്ക് ഓവർ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ. എനിക്ക് പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. തലൂരാണ് വരുന്നത് കേട്ടോ. ഞാനപ്പോൾ അവരുടെ പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ ബ്രൈഡൽ വർക്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ടിനു എവിടെ വേണേലും വന്ന് ചെയ്തു തരുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെ ഓരോ പാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ശരിക്കും ഒരു 1 വീക്ക് കഴിഞ്ഞ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിള്ളേരുടെ തിരക്ക് കാരണം ഞാനൊരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫേഷ്യൽ ചെയ്ത് ഔട്ട്പുട്ട് വരണമെങ്കിൽ ഒരു 2-3 ഡേയ്സ് കഴിയണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനത് വെയിറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ടിനുവിൻ്റെ മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവരുടെ വാൾസാണ് കേട്ടോ. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് വാൾ സ്റ്റിക്കേഴ്സ്, പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട്. പിന്നെ ആളുടെ ഹസ്ബൻഡ് ഒരു എന്താ പറയുക, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആളുടെ ഐഡിയാസൊക്കെയാണെന്ന് തോന്നുന്നു. ലക്ഷറി ആണോയെന്ന് ചോദിച്ചാൽ ലക്ഷറിയാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും കണ്ണെത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായ കാര്യം മസാജിങ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കാലായിക്കോട്ടെ തല ആയിക്കോട്ടെ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഇയാളുടെ ഹെഡ് മസാജ് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തെങ്കിലും ഞാൻ എൻ്റെ കണ്ണ് ശരിക്കും അടഞ്ഞു പോയത് തന്നെയാണ് കേട്ടോ. അത്രയ്ക്കും റിലാക്സിങ് ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് 31 വരെ മൺസൂൺ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ടിനുവിൻ്റെ സ്റ്റാറ്റസിൽ കണ്ടാണ് കേട്ടോ. അപ്പം ഒരു ഓഗസ്റ്റ് 31 വരെ മൺസൂണിൻ്റെ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഒട്ടും മിസ്സാക്കണ്ട. ബ്രൈഡൽ വർക്കും മറക്കണ്ട. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ആ ഒരു മേക്ക് ഓവർ നമ്മുടെ വെഡ്ഡിങ് ഡേയും അതുപോലെ റിസപ്ഷൻ ഡേക്കും ടിനു ആയിരുന്നു എന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര വൃത്തിയിൽ, അതും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സോടെയാണ് ടിനു വരിക കേട്ടോ. അപ്പം ടിനുവിനും എന്നെക്കൂട്ട് 2 മക്കളുണ്ട്. മൂത്ത ആൾ കുറച്ച് വലിയ ആളാണ്, ചെറിയ ആൾ നമ്മുടെ ചാക്കോച്ചൻ്റെയൊക്കെ ഒരു പ്രായമുള്ള ആളാണ് കേട്ടോ. അപ്പം ടിനുവും ബിസി ആയിട്ടുള്ള ആളാണ്. ആൾക്ക് ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്, കുറച്ച് തിരക്കാണെങ്കിലും ഇപ്പോൾ അവിടെ മോസ്റ്റ് ഓഫ് ദി ടൈം അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് കൂടുതലും ടിനു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്ലെന്നല്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കാല് ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൊറിയൻ ഫേഷ്യലാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾ കുറേ പേര് പറഞ്ഞിരുന്നു നല്ല സ്കിന്ന് ഭയങ്കര ചേഞ്ചായി എന്നുള്ളത്. ഇത് ഞാൻ അവിടെ ഇരുന്നപ്പം എനിക്ക് ടിനു കൊണ്ട് തന്നാണ് കേട്ടോ. വിശന്നിരിക്കുകയല്ലേ, കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ മാംഗോ ബേക്കേഴ്സാണ് കേട്ടോ. അവിടെ ടിനുവിൻ്റെ അടുത്ത് പോയാൽ ഇങ്ങനത്തെ ഗുണങ്ങളുണ്ട്, പട്ടിണി അടക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ടിനു പറഞ്ഞു എന്തായാലും ഇവിടെ വരെ ഒന്നും ഇത്രയും സമയം ഇരുന്നു, നമുക്കൊന്ന് നെയിലും കൂടെ ചെയ്തിട്ട് പോവാം. എക്സ്റ്റൻഷൻ വെക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും, കുഞ്ഞു മക്കളുണ്ട്, അപ്പോൾ ഒന്നും പറ്റില്ല. അപ്പം ജസ്റ്റ് ഒരു നെയിൽ ആർട്ട് ചെയ്തു, അതിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ അവിടെ നിന്ന് വേഗം ഊബർ പിടിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഊബറിൽ തന്നെയാണ് പോയത്. കാരണം നല്ല മഴയായിരുന്നു. ഓട്ടോ ഒക്കെ പിടിക്കാൻ പോയാൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവും തോന്നി. അപ്പോൾ കാറിൽ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് പോയിട്ട് വന്നു. തിരിച്ച് വന്നപ്പം പെരുമഴയെന്ന് വെച്ചാൽ പെരുമഴയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക്സ് പറയാനുണ്ട്. അതായത് എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് റിസൾട്ട്സിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പം ഈ വീഡിയോ മിസ്സാക്കണ്ട് ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാക്കുള്ളൂ. എന്നാലും ഞാൻ ലാഗ് അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി. അപ്പം അതും ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒഫീഷ്യൽ കാര്യത്തിന് പോവുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വഴി അറിയിക്കാം. ഇതാണ് കേട്ടോ ടിനു. പിന്നെ ഇതാ ഞാൻ അടുത്തൊരു ഫോട്ടോ വരുന്നുണ്ട്. ടിനുവിൻ്റെ കോവർക്കേഴ്സ് ഇവരാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരെ. നമ്മുടെ അന്നേച്ചയുടെ വീട്ടിലെ പരിപാടിക്ക് കുറേ പേര് ഫോട്ടോസ് കണ്ടിട്ട് പറഞ്ഞിരുന്നു നന്നായിട്ടുണ്ട്, സ്കിന്നൊക്കെ നല്ല ചേഞ്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും എനിക്ക് ആ ഫേഷ്യൽ യൂസ്ഫുൾ ആയിരുന്നു. കുറച്ച് എന്താ പറയുക, ടാൻ അടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ മാറി നല്ലൊരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആയി. പറഞ്ഞ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും ഒരു ഹെയർ സ്പാ ഒക്കെ ചെയ്തപ്പം റെഡി ആയിട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഒട്ടും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് പെഡിക്യൂർ എന്ന് പറയുന്നത്. അതും ചെയ്തു. ആദ്യമായിട്ട് നെയിൽ ആർട്ട് ചെയ്തു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മുഖത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, നല്ല ഒരു ചേഞ്ച് എനിക്കുണ്ട്. പിന്നെ എന്താണ്, മെയിൻലി പരിപാടിക്ക് വേണ്ടി ഒന്ന് റെഡി ആയതാണ്. പക്ഷെ ഇപ്പോൾ ആ റെഡി ആയത് ഒന്നും കൂടെ ഒരു ഹാപ്പി ആക്കാൻ പോവാണ്. ഞാനും ഡിംപിളും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചുവടെടുത്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നോക്കട്ടെ, അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കമ്മിങ് ഡേയ്സിൽ നെക്സ്റ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഡിംപിളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി മമ്മി പറഞ്ഞറിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനായിട്ട് സർപ്രൈസ് പൊളിക്കുന്നില്ല. ആ ഒരു വ്ളോഗിനൊക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നാളെ തൊട്ട് ആ ഒരു വ്ളോഗിങ് സ്റ്റാർട്ടാവും. വെയിറ്റിംഗ് ഫോർ നാളെ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇങ്ങനൊരു ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ട്രിപ്പ് ശരിക്കും ഒരു 1.5 വർഷത്തിന് മുമ്പായിരുന്നു. അതുപോലൊരു ട്രിപ്പാണ് കേട്ടോ. അത് ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് പോകുന്നതുകൊണ്ട് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ആദ്യം പോയത് ഞങ്ങളുടെ ആവശ്യത്തിന് തന്നെ ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ അതങ്ങോട്ട് പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ബാക്ക് ടു ബാക്ക് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഞങ്ങളങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ട് പല പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ടായിട്ട് ഒരൊറ്റ കാര്യത്തിൽ മീൻസ് ബിസിനസ് ഒന്ന് ഡെവലപ്പ്. ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലൊരു ട്രിപ്പ് നാളെ ഞങ്ങൾ പോകുന്നുണ്ട്. ഞാനും ഡിംപിൾ മാത്രം. ഒരു കുഞ്ഞു കുട്ടീനെ കൊണ്ടുപോകണ പോലെയാണ് ഞാൻ ഇനി ഡിംപിളിനെ കൊണ്ടുപോകേണ്ടി വരിക. അത് ഒരു ടാസ്ക്കാണ്. ഡിംപിൾ ഇങ്ങനെ നമ്മളെ പല പല കാര്യങ്ങളായിട്ട് പേടിപ്പിക്കും കേട്ടോ. എനിക്ക് തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു കുഞ്ഞു കുട്ടീനെ എനിക്കൊന്ന് തോന്നുന്നു ഇതിനേക്കാളും ഈസിയായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഡിംപിളിനെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടുള്ള ഹാൻഡിൽ ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തൊട്ടുള്ളത് വ്ളോഗ് എടുത്തിട്ട് ഞാൻ മാക്സിമം വേഗം നിങ്ങളിലേക്ക് അത് എത്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഡ്രീമായിരുന്നു അങ്ങനെ ഒരു ഇതിൽ ആ ഒരു സ്പോട്ടിൽ എത്തണം എന്നുള്ളത്. ഡ്രീം കം ട്രൂ മൊമെൻറ്റ്സ് ആയിരിക്കും നാളെ എൻ്റെ ലൈഫിലുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിട്ട വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ സമയമെടുത്ത് എന്നെ പാമ്പർ ചെയ്യാൻ പോയപ്പോൾ അത് നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ചതാണ്. അപ്പം ഒട്ടും മിസ്സാക്കണ്ട, വേഗം പൊക്കോളൂ. ഇവിടെ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഒട്ടും മിസ്സാക്കണ്ട. നിങ്ങൾക്ക് ബ്രൈഡൽ വർക്ക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ടിനുവിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് വീണ്ടും കാണാം.